ഇടുക്കി മൂന്നാറിൽ ഭീതി പരത്തിയ ആളുകളെ ആക്രമിച്ച തെരുവുനായ ചത്തു. 10ലധികം ആളുകൾക്കായിരുന്നു ഇന്നും ഇന്നലെയുമായി മൂന്നാറിൽ തെരുവുനായയുടെ കടിയേറ്റത്. ഇന്ന് രാവിലെ 2 പേരെ നായ ആക്രമിച്ചിരുന്നു. നായയുടെ കടിയേറ്റവർ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. മൂന്നാർ ടൗണിൽ അലഞ്ഞുതിരിഞ്ഞിരുന്ന തെരുവുനായ ഒരു ദിവസം മുഴുവൻ ആളുകളിൽ പരിഭ്രാന്തി പരത്തിയിരുന്നു. ഇന്നലെയും ഇന്നുമായി 10ലധികം ആളുകൾക്കാണ് മൂന്നാർ ടൗണിൽ തെരുവുനായയുടെ കടിയേറ്റത്. ഒരേ നായയാണ് എല്ലാവരെയും ആക്രമിച്ചത്. ഈ നായ ഇന്ന് ചത്തു. ഇന്നലെ നായ പരിഭ്രാന്തി പരത്തിയതോടെ പഞ്ചായത്ത് പിടികൂടുവാനുള്ള ശ്രമം നടത്തിയിരുന്നു. ഇതിനുശേഷവും നായ പരാക്രമം തുടർന്നു. கடிச்சிட்டு விடவே மாட்டேங்குது. நான் கீழே விழுந்தோடனே மறுபடியும் இங்கிட்டு திரும்பி மறுபடியும் இந்த சைடு கடிச்சு உடைய வச்சு அடிச்சுட்டு அப்புறம் ஓடிடுச்சு. ஆனால் 9 பல்லு பதிஞ்சிருச்சு. നായയുടെ കടിയേറ്റവർ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ആക്രമണം നടത്തിയ നായ്ക്ക് പേവിഷബാധയുണ്ടായിരുന്നു എന്ന കാര്യത്തിലടക്കം പരിശോധന നടത്തി സ്ഥിരീകരിക്കേണ്ടതായുണ്ട്. ഈ നായ മറ്റു നായ്ക്കളെ കടിച്ചിട്ടുണ്ടെങ്കിലും സ്ഥിതി സങ്കീർണമാകും. காலையில் ஜிஹெச் பகுதியில் மரணப்பட்டு கிடக்குன்னு சொல்லி சொன்னாங்க. வந்து பார்த்தா வண்டியில் அடிபட்டு இறந்து கிடந்துச்சு. இன்னைக்கு காலையிலும் ஜிஹெச் பகுதியில் ஒரு 8 மணி அளவில் ஒரு ஆளை கடிக்கப்பட்டிருக்குது. உடனடியாக சம்பந்தப்பட்ட அதிகாரிகள் ஹெல்த் டிபார்ட்மெண்ட்டுக்கும் வெட்டினரி ஹாஸ்பிட்டலுக்கு இதை அறிவிச்சிருக்கோம். வாய்ப்புள்ள நடவடிக்கைகள் எடுப்பதற்கு வேண்டி அது மூணாருடைய வேஸ்ட் மேனேஜ்மெண்ட் தொழிலாளிகளை வச்சு சூப்பர்வைசர்மாரில் வச்சு அதனுடைய எங்கேயா கொண்டு போய் அதனோட அடக்கம் பண்ணுறதுக்குள்ள விஷயங்கள். മൂന്നാർ ടൗണിൽ കുട്ടികളും സ്ത്രീകളും അടക്കം അലഞ്ഞുതിരിയുന്ന നായ്ക്കൾക്കിടയിലൂടെ വേണം യാത്ര ചെയ്യാൻ. വിനോദസഞ്ചാരികളടക്കം തെരുവ് നായ്ക്കളെ ഭയന്നാണ് ടൗണിലൂടെ സഞ്ചരിക്കുന്നത്. ക്രമേണ നായ്ക്കളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സ്ഥിതിയുണ്ട്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായിട്ടും മൂന്നാർ ടൗണിലെ തെരുവ് നായശല്യം നിയന്ത്രിക്കാത്തത് ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഗുരുതര വീഴ്ചയാണെന്ന പരാതിയും ഉയരുന്നു. ഇത്തരം സാഹചര്യം നിലനിൽക്കുകയാണ് ഇന്നും ഇന്നലെയുമായി വിനോദസഞ്ചാരികളടക്കം മൂന്നാറിൽ വെച്ച് തെരുവ് നായയുടെ കടിയേറ്റത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.